നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ BA BSc തേർഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകത്തിലെ സർഗാത്മകത എന്ന തോമസ് മാത്യുവിന്റെ ലേഖന പരമ്പരയിലെ 6ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രചനയുടെ ഘട്ടങ്ങൾ എന്നതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ പാഠഭാഗങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ കയ്യിൽ വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം പറഞ്ഞു വെച്ച കാര്യങ്ങൾ സംഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് സർഗാത്മകത ആജന്മസിദ്ധിയാണ്. 2, അദൃഷ്ടപൂർവമായ കാഴ്ച കാട്ടിത്തന്നുകൊണ്ടാണ് സർഗാത്മകത അതിന്റെ പ്രകാശനം തുടങ്ങുന്നത്. നമുക്ക് കണ്ണിൽ കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ കാട്ടിത്തരികയാണ് ജന്മസിദ്ധി സർഗാത്മകത ചെയ്യുന്നത്. 3, ആ കാഴ്ച പൂർണ്ണ ദർശനമായിരിക്കില്ല. അതായത് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു മിന്നാട്ടം പോലെ അത് വരുന്നു. അപ്പൊ ഇതിനെ സിദ്ധമായ ഒരു ശരിയായ രൂപത്തിൽ എത്തിച്ച് ആ ഒരു കാഴ്ച പൂർണ്ണമാക്കണമെങ്കിൽ നല്ലൊരു അഭ്യാസം തന്നെ വേണം. 4, മൂർത്തമായ രൂപത്തിൽ ആവിഷ്കരണം നേടുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ വൈകാരിക സന്ദർഭമാണ് ഈ സർഗാത്മകതയുടെ സാഫല്യം. 5, മാധ്യമത്തെ സവിശേഷമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യവഹാരമാണ് സാഹിത്യം. സാഹിത്യത്തിലെ ഉക്തി വൈചിത്ര്യങ്ങൾ, വാക്കുകൾ, അതിന്റെ വിചിത്രതകൾ, ഇതിന്റെ നിദാനം, ഇതൊരു ധ്വന്യാത്മകമായി ഉപയോഗിക്കപ്പെടുന്ന വരികൾക്കിടയിലൂടെയാണ് സാഹിത്യം പലപ്പോഴും വായിക്കപ്പെടുന്നത്. പ്രത്യക്ഷമായ അനുഭവ യാഥാർത്ഥ്യമായി ദർശനത്തെ ആവിഷ്കരിക്കുകയാണ് സാഹിത്യത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഒരു 5 പോയിന്റ് അവിടെ സർഗാത്മകതയെ കുറിച്ചും കൊടുക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാർക്ക് ചെയ്ത് പഠിക്കുക. ഇനി ഇത്രയും അദ്ദേഹം സംഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രാഥമികമായ തത്വങ്ങളാണെങ്കിലും കലയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രം ആവർത്തിച്ച് ഉദാഹരിക്കുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഏത് കർമ്മരംഗത്തിനും ചേരുന്ന ഒരു സത്യം പറയുന്നുണ്ട്. മഹത്തായ സാഹിത്യമാണോ ചീത്ത സാഹിത്യമാണോ നമുക്ക് കൂടുതൽ എന്ന് അന്വേഷിച്ച് ക്ലേശിക്കേണ്ടതല്ല. ഇല്ല, കവി അല്ലെന്നത് കുറ്റമോ അധർമ്മമോ ശിക്ഷാർഹമോ അല്ല. പക്ഷേ കുകവിത്വം ദണ്ഡനാർഹമായ പാപം തന്നെയാണ്. കുകവിത്വം എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധി പോലെ കവിത്വത്തിന്റെ വളരെ മോശമായ അവസ്ഥയാണ്. അത് ദണ്ഡനാർഹമായ ശിക്ഷ കൊടുക്കേണ്ട ഒരു പാപം തന്നെയാണ് എന്നാണ് ഒരു ഭാരതീയ ആചാര്യൻ പറഞ്ഞത്. അപ്പൊ എവിടെയൊക്കെയോ പിഴച്ചു പോകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സർഗാത്മകതയിൽ വരുന്ന ഒരു കുറവ് കൊണ്ടാണല്ലോ പലപ്പോഴും കവിത്വത്തിനും വളരെ മോശമായ അവസ്ഥകൾ സംഭവിക്കുന്നത്. അപ്പൊ കലാദേവതയെ കുറിച്ച് ഇവിടെ പറയുന്നു, മറ്റേത് ദേവതയെക്കാളും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ദേവതയാണ്. ആത്മബലിയോളം പോകുന്ന ഒരു അർപ്പണം മാത്രം നമ്മൾ കാവ്യദേവതയ്ക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കാവ്യദേവത നമുക്ക് നേരെ അനുഗ്രഹം ചൊരിയുകയുള്ളൂ. ഉദാസീന കൗതുകം ഒരിക്കലും സാഹിത്യത്തിൽ പാടില്ല. ഏകാഗ്രതയും ശ്രദ്ധയുമാണ് ആവശ്യം. അപ്പൊ ടാഗോർ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, ഒരു പൂവ് അർച്ചിക്കാൻ അവിടുത്തെ ശ്രീകോവിലിന് മുന്നിൽ ഞാൻ ചെന്നു. അവിടെ നിന്നാകട്ടെ ഉദ്യാനം മുഴുവൻ എന്നോടും ചോദിച്ചു. അപ്പോ ഒരു ആത്മബലിയാണ് കാവ്യദേവത നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഏതൊരു ഉപാസനമൂർത്തി ഇങ്ങനെ തന്നെയാണ്. എഴുത്തുകാരനും ഈ അളവിൽ ആത്മസമർപ്പണം ചെയ്താലേ വാഗ്ദേവത പ്രസാദിക്കും. വാഗർത്ഥ പ്രതിപത്തിക്കായി ജഗൽപിതാക്കളെ പൂജിച്ചുകൊണ്ടാണ് കാളിദാസൻ രഘുവംശം എന്ന കാവ്യം ആരംഭിക്കുന്നത്. അപ്പം വാക്കും അർത്ഥവും അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ജഗത് മാതാപിതാക്കളെ സ്തുതിക്കുന്ന ഭാഗം രഘുവംശത്തിലുണ്ട്. അക്കിത്തം അച്യുത നമ്പൂതിരി ഒരിക്കൽ എഴുതി, പവിത്ര മോതിരം അണിഞ്ഞ കൈകൊണ്ട് വേണം തൂലിക പിടിക്കാനെന്ന്. അപ്പോൾ അനുഷ്ഠാനത്തോടും വ്രതത്തോടും ചെയ്യേണ്ട വിശുദ്ധമായ ഒരു കർമ്മമാണ് എഴുത്തെന്നാണ് പറയുന്നത്. ഭ്രമിപ്പിച്ച കാഴ്ചകളുടെ പിന്നാലെ പോകുമ്പോൾ മറ്റു പ്രാന്തപ്രദേശങ്ങളിലെ കാഴ്ചകൾക്ക് പിന്നാലെ ഓടാതെ തന്നെ ഏത് കാഴ്ചയാണോ ഭ്രമിപ്പിച്ച ആ കാഴ്ചയുടെ പിന്നാലെ തന്നെ ഓടുന്നവന് മാത്രമേ നന്നായി തന്റെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ കഴിയൂ. അപ്പൊ ഭാഷയോളം ശാഠ്യം നിറഞ്ഞ മറ്റൊരു മാധ്യമം ഇല്ല. വാക്കുകളുടെ വിചിത്രതയും അലങ്കാരവുമാണ് എല്ലാ ചാരുതകളും ഉണ്ടാക്കുന്നത് എന്ന തെറ്റിദ്ധാരണ എഴുത്തുകാരന്റെ പറ്റിയൊരു ചതിയാണ്. പുറമേ നോക്കുമ്പോൾ കണ്ണിൽപ്പെടുന്നത് അത് തന്നെയാണ്. നമ്മളൊരു സാഹിത്യം നോക്കുമ്പോൾ അലങ്കാര ഭംഗിയും ശബ്ദഭംഗിയും കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിലെ എരിയുന്ന ഒരു കാഴ്ചയെ അനുഭൂതിയാക്കി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് നമുക്കത് തികച്ചും മനസ്സിലാക്കി അനുവാചകന് മനസ്സിലാകുന്ന രീതിയിൽ അത് എത്തിക്കേണ്ടത് ഒരു സാഹിത്യകാരന്റെ ലക്ഷണമാണ്. അലങ്കാരത്തിന്റെ ധർമ്മം കാവ്യത്തിന് ചന്തമേറ്റുകയല്ല, അർത്ഥത്തിന് മികവ് വരുത്തുകയാണ്. കങ്കണഭൂഷാദികൾ ശരീരത്തിനെന്ന പോലെയാണ് അലങ്കാരങ്ങൾ കാവ്യത്തിന്.
വള പോലുള്ള ആഭരണങ്ങൾ എങ്ങനെയാണോ ശരീരത്തിന് ചന്തം കൂട്ടുന്നത്, അതുപോലെയാണ് അലങ്കാരങ്ങൾ കാവ്യത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അലങ്കാരങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് അർത്ഥത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറണം. ഇപ്പോൾ നമ്മുടെ പല കവികളെയും കുറിച്ച് നോക്കുമ്പോൾ അപാരമായ ഭാഷാ പാണ്ഡിത്യമുള്ളവരാണ്. എന്നാൽ സർഗാത്മകത കാമധേനുവിനെ പോലെയാണ്. അവൾ പ്രീതിയുള്ളവർക്ക് മാത്രമാണ് തന്റെ അനുഗ്രഹം ചുരത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ഡിത്യം കൊണ്ട് യാതൊരു ഫലവുമില്ല. പക്ഷെ അതോടൊപ്പം സർഗാത്മകതയുള്ളവന് മാത്രമേ സാഹിത്യത്തിൽ മികച്ച സ്ഥാനം ലഭിക്കൂ. പാണ്ഡിത്യം അല്ലെങ്കിൽ അറിവ് കൂടിയിട്ട് കവിത ഉണ്ടാക്കാമെന്ന് നിലച്ചവർ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണം പറയുന്നത് സംസ്കൃതത്തിലെ നൈഷധ കാവ്യമാണ്. അതിന്റെ കർത്താവായ ശ്രീകൃഷ്ണനെ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു കവിയായിരുന്നു. പക്ഷേ ആ കാവ്യം സാധാരണക്കാരൻ ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. നൈഷധത്തില് പഞ്ചനളീയം എന്നൊരു സർഗമുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. ദമയന്തിയുടെ സ്വയംവരമാണ് അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. നളദമയന്തിമാരുടെ പ്രണയത്തെ പരീക്ഷിക്കാനായി ഇന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി തുടങ്ങിയ ദേവന്മാർ നളന്റെ രൂപത്തിൽ അവിടെ ചെന്ന കഥ നമുക്കറിയാമല്ലോ. അപ്പൊ ഓരോരുത്തരെ ഇവര് 5 നളന്മാരാണ് സ്വയംവര മണ്ഡപത്തിൽ നിന്നത്. അപ്പോൾ വർണ്ണമാല്യവുമായിട്ട് രാജകുമാരി ചെന്നപ്പോൾ തോഴി ഓരോരുത്തരായിട്ട് അവളെ പരിചയപ്പെടുത്തുന്നു. നിരന്നു നിൽക്കുന്ന 5 നളന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അവള് വിദുഷിയാണ്. ആരാണ് ഈ തോഴി? തോഴി സവിശേഷ അനുഗ്രഹത്തോടെ വർണ്ണന തുടങ്ങി. ഇന്ദ്രാദികളായ 4 ദേവന്മാർക്കും നളന് യോജിക്കുന്ന മട്ടിൽ 5 അർത്ഥങ്ങൾ വീതമുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ഒരു സർഗം മുഴുവനും ശ്രീകർഷൻ എന്ന കവിയുടെ പാണ്ഡിത്യമാണ് വിളമ്പിയിരിക്കുന്നത്. അത് കവിത്വത്തിന്റെ സാഫല്യമല്ല, പൂർത്തീകരണമല്ല, മറിച്ച് പാണ്ഡിത്യത്തിന്റെ മിടുക്ക് കാട്ടലാണ്. എഴുത്തുകാരന്റെ പാണ്ഡിത്യമാണ് അവിടെ വിളമ്പിയിരിക്കുന്നത്. അത് ആസ്വാദകനിൽ യാതൊരു തരത്തിലുള്ള ഭാവഭേദം ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ വാക്കുകൾ കൊണ്ടുള്ള സർക്കസ് വേലയല്ല, ജീവിതത്തിന്റെ പുറം കാഴ്ചകൾക്കപ്പുറം കണ്ടെത്തി പൊരുളുകൾ കണ്ട് ആവിഷ്കരിക്കുമ്പോഴാണ് കവിത ക്രാന്തദർശിത്വമുള്ളതായി മാറുന്നത്. അപ്പൊ പകരം വാക്കിന് കളിയാക്കുന്നവരോട്, വാക്കുകളെ വെച്ച് കളിക്കുന്നവരോട് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപവും ക്ഷമിക്കപ്പെടുകയില്ല എന്ന ബൈബിൾ വാക്യം പോലെ കാവ്യമീമാംസയിലും ഒരു പ്രമാണവാക്യം അവർക്കെതിരായിട്ട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ വേർഡ്സ്വർത്തിനെ കുറിച്ച് കവി പറയുന്നു. അപ്പൊ തന്റെ കാലത്ത് കവികൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കൃത്രിമമായ ഭാഷയും വികാരശൂന്യമായ രചനകൾ നിർവഹിച്ച് അതാണ് കവിത എന്ന തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ച് വളരെ ലളിതമായ ഭാഷയിലും ഇമാജിനേഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും വൈകാരികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും പ്രകൃതിയുടെ സൗന്ദര്യം തന്റെ കവിതകളിലേക്ക് ആവാഹിക്കാൻ വേർഡ്സ്വർത്ത് ശ്രമിച്ചത്. അത്തരം സങ്കല്പങ്ങൾ പ്രത്യക്ഷീകരിക്കുന്ന കവിതകളാണ് അദ്ദേഹം എഴുതിയത്. അത്തരം 19 കവിതകളും കോൾറിഡ്ജ് എഴുതിയ സമാന സ്വഭാവമുള്ള 4 കവിതകളും ചേർത്ത് ഭാവാത്മക നാടോടി ഗീതങ്ങൾ എന്നുള്ളത് ലിറിക്കൽ ബാലഡ്സ് എന്നുള്ള ഒരു കവിതാ സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വേർഡ്സ്വർത്ത് ഈ ഒരു കവിതാ സമാഹാരത്തെ പരീക്ഷണം എന്നാണ് വിളിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ലിറിക്കൽ ബാലഡ്സ് എന്ന ഈ ഒരു കവിതാ സമാഹാരത്തെ ഇംഗ്ലീഷ് സാഹിത്യ ലോകം കഠിനമായ വിമർശന പദങ്ങളോടെയാണ് സ്വീകരിച്ചത്. എന്തായാലും ഇതിനെതിരെയുള്ള എതിർപ്പുകൾക്ക് ഫലമുണ്ടായി. ഈ കാവ്യ സമാഹാരത്തിന്റെ 2ാം പതിപ്പ് 1800 ഇറങ്ങിയപ്പോൾ അതിനൊരു മുഖവുര എഴുതണമെന്ന്, പ്രിഫേസ് എഴുതണമെന്ന് വേർഡ്സ്വർത്ത് തീരുമാനിച്ചു. തന്റെ നിലപാടുകളെ അദ്ദേഹം വഴിയാവണ്ണം വിശദീകരിച്ച് ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു മുഖപ്രസംഗം അതിനകത്ത് എഴുതി, ഒരു മുഖവുര ഇതിനകത്ത് എഴുതി. അപ്പോൾ 1802 ആ മുഖവുര വീണ്ടും അദ്ദേഹം പരിഷ്കരിച്ചു. അപ്പൊ 2 കാര്യങ്ങളാണ് വേർഡ്സ്വർത്തിന്റെ മുഖവുരയിലുള്ളത്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 1, കാവ്യഭാഷ എന്താണ്? 2, വികാരവും കവിതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ സമയം, അതായത് വേർഡ്സ്വർത്ത് കവിത എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സമയം വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതലായി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ജോലിക്കൊക്കെ വേണ്ടി നഗരങ്ങളിലേക്ക് കുടിയേറുന്ന സമയം. ഗ്രാമീണ ജീവിതത്തിന്റെ ശാന്തത ഇല്ലാതായി തുടങ്ങുന്നു. നോർത്തോപ്പ് ഫ്രൈ നിരീക്ഷിച്ചതുപോലെ നിലവിലുള്ള സാമൂഹ്യ വിദ്യാഭ്യാസ ഘടനയെല്ലാം കൃത്രിമമാണെന്ന് വേർഡ്സ്വർത്ത് കണ്ടു. പിന്നെ നിർജീവമായ ആചാരങ്ങളും കാപട്യങ്ങളും കള്ളത്തരങ്ങളും നിറഞ്ഞതായിരുന്നു ആ കാലം. അപ്പൊ ഏറ്റവും നല്ലത് പുസ്തകങ്ങളെക്കാൾ നല്ല ഗുരു പ്രകൃതി തന്നെയാണെന്ന് കവി കണ്ടു. അപ്പൊ പ്രകൃതിയുടെ മഹത്വം ബൃഹത്വമായ രൂപങ്ങളെ ധ്യാനിച്ച് അതിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. പക്ഷെ പുതിയ ജീവിതം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിന്റെ നൈസർഗികമായ സൗന്ദര്യത്തെ ഇല്ലാതാക്കി കളയുകയാണെന്ന് വ്യാവസായിക വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിലെ ജീവിതം മുൻകൂട്ടി കണ്ട് അതിനെ കണ്ടുകൊണ്ട് വേർഡ്സ്വർത്ത് പ്രതികരിച്ചു. അപ്പൊ ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഭാഷയ്ക്ക് സ്വാഭാവികമായി അതിന്റെ ലാളിത്യം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കവിതയാകട്ടെ മനുഷ്യന്റെ ദൈനംദിന ജീവൽ ഭാഷയിൽ നിന്ന് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളമാണ് നല്ലത്. അതായത് ദൈനംദിനം ഉള്ള നമ്മുടെ
ഭാഷയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് കവിതയ്ക്ക് മേന്മ എന്ന് കവിത ചിന്തിച്ചു തുടങ്ങുന്ന കാലം. ഈ വിചാരം പ്രബലമായി തീർന്നപ്പോൾ ആ കാലഘട്ടത്തിന്റെ ദുഷിച്ച പ്രവണതകളോടുള്ള കലാപം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വേർഡ്സ്വർത്ത് ഇംഗ്ലണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ കലാപത്തെയാണ് സാഹിത്യ ചിന്ത കാൽപ്പനികത, അതായത് റൊമാന്റിസിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, പ്രകൃതി സൗന്ദര്യത്തെ കൂടുതൽ ആവിഷ്കരിച്ചുകൊണ്ടുള്ള, സൗന്ദര്യത്തെ, മറ്റുള്ള പ്രകൃതി സൗന്ദര്യത്തിന്റെ മേന്മ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ലളിതമായ ശൈലിയിലുള്ള കവിത എഴുത്ത് റൊമാന്റിസിസം എന്ന പേരിൽ അറിയപ്പെടും. കവിത ശക്തമായ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് എന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. അപ്പൊ ഏകാന്തതയിൽ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന വികാരങ്ങളാണ് ഈ ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഏകാന്തത അപ്രത്യക്ഷമാവും. അങ്ങനെ ധ്യാനവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ധാരാളം വികാര വിചാരങ്ങൾ ഇങ്ങനെ നൈസർഗികമായി പുറത്തേക്ക് ഒഴുകുന്നു. ഇതാണ് കവിത എന്നാണ് ആര് കണ്ടെത്തിയത്? വേർഡ്സ്വർത്ത്. കവി എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആരാണ് കവി? ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ്. ആരിൽ നിന്ന്, അയാളിൽ നിന്ന് നമ്മൾ എന്ത് ഭാഷയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതെല്ലാം വേർഡ്സ്വർത്ത് സ്വയം ചോദിക്കുന്നതാണ്. അതിന്റെ ഉത്തരവ് ഇവിടെയുണ്ട്. ആരാണ് കവി എന്നുള്ളതിന്റെ വേർഡ്സ്വർത്തിന്റെ ഉത്തരം മനുഷ്യനോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി. സാധാരണക്കാരേക്കാൾ സജീവമായ ഭാവുകത്വമുള്ളവനാണ് കവി. കവിഞ്ഞ ഭാവലോലുപതയും വികാരാവേശവും കൊണ്ട് മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള അയാളുടെ അറിവ് വളരെ കൂടുതലായിരിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നതും അസാധാരണമായ കാര്യങ്ങളെ, അതിസാധാരണമായ കാര്യങ്ങളെ ഭാവനയുടെ നിറം ചാർത്തി അസാധാരണമായി അവതരിപ്പിക്കാനും കഴിയുന്നവനാണ് കവി എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. എന്നാൽ ഭാവനയെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ചു പോകാൻ കോൾറിഡ്ജ് ആണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. അദ്ദേഹം ഭാവനയെ രണ്ടായി തരംതിരിക്കുന്നു. പ്രാഥമികമെന്നും ദ്വിതീയമെന്നും ഭാവനയെ തരംതിരിക്കുന്നു. അപ്പൊ പ്രാഥമിക ഭാവന എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. നമ്മൾ ബാഹ്യ ലോകത്തെ അറിയുന്നത് തന്നെ പ്രാഥമിക ഭാവന കൊണ്ടാണ്. എന്നാൽ ദ്വിതീയ ഭാവന കലാകാരന്മാർക്ക് മാത്രം ലഭിക്കുന്ന വരമാണ്. അതിനെ സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെടുത്തി സർഗാത്മക ഭാവന എന്ന് വിളിക്കും. ബാഹ്യമായതിനെ ആന്തരികമാക്കാനും ആന്തരികമായതിനെ ബാഹ്യമാക്കാനും ഈ ഒരു ഭാവനയ്ക്ക്, ദ്വിതീയ ഭാവനയ്ക്ക് കഴിയും. അപ്പൊ എല്ലാ സൃഷ്ടി വ്യാപാരങ്ങളുടെ, എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ദ്വിതീയ ഭാവനയാണെന്നും സർഗാത്മകത എന്ന സിദ്ധി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഭാവനയുടെ തലത്തിലാണ്. ഇതുകൂടാതെ ഫാൻസി എന്നൊരു ഘടകവും കൂടെ കോൾറിഡ്ജ് അവതരിപ്പിക്കുന്നുണ്ട്. രണ്ട് വസ്തുക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കഴിവാണ്. സർഗാത്മക ഭാവനയുടെ ഔന്നത്യമൊന്നും ഈ ഫാൻസിക്കില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേർഡ്സ്വർത്തിന്റെ ചിന്തകൾ, അതുപോലെ കോൾറിഡ്ജിന്റെ ചിന്തകൾ. പാഠഭാഗം വായിക്കുക, ഇതിലെ വൺ വേർഡുകൾ മാർക്ക് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീമട്ടി.